കപ്പ കൊണ്ട് ഒരു കേക്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ചാരുകൾ കപ്പ തോട് കളഞ്ഞ് എടുത്തിട്ടുണ്ട്. അതിനെ ഗ്രേറ്റ് ചെയ്ത് തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. അത് പൊടിച്ചിട്ടിട്ടുണ്ട്. കപ്പയാണ് ഒരു വെറൈറ്റി കേക്കായിട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അതിനാവശ്യമായ സാധനം മൈദമാവ്, ബേക്കിംഗ് സോഡ, ഉപ്പ്, ബേക്കിംഗ് പൗഡർ, പിന്നെ മുട്ട, വാനില എസൻസ്, ഓയിലുണ്ട്, ഓയിൽ എടുത്തിട്ടുണ്ട്, പഞ്ചസാര, എടുത്ത് വെച്ചിട്ടുണ്ട്. പഞ്ചസാര പൊടിച്ച് വെച്ചേക്കാണ്. അപ്പോൾ ഇനി നമുക്ക് തയ്യാറാക്കുന്ന വിധം മുട്ട പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്തെടുക്കണം. അതിന് വാനില എസൻസ് ഒഴിക്കണം. മുട്ട എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഇളക്കിയെടുക്കണം. മുട്ട അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിൽ വാനില എസൻസ് ഒരു സ്പൂൺ വാനില എസൻസ് ഒഴിക്കും. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. കപ്പയുടെ കേക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. കപ്പ വെയിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് 1 കപ്പ് പഞ്ചസാര, 2 കപ്പ് മാവാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 1 കപ്പ് പഞ്ചസാര ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. അപ്പോൾ മുട്ടയും പഞ്ചസാരയും വാനില എസൻസും ഇത് ചേർത്ത് നല്ല രീതിയിൽ അടിച്ച് പതച്ച് വെച്ചേക്കണം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് മാവ് അരിച്ചെടുക്കണം. അപ്പോൾ അതങ്ങോട്ട് മാറ്റി വയ്ക്കും. അപ്പോൾ കപ്പയുണ്ട്, ഇതുണ്ട്. ഇനി ഇതിൽ നമുക്ക് മാവ് അരിച്ചെടുക്കണം. മാവും ഉപ്പും കൂടെ മിക്സ് ചെയ്ത് വെച്ചു. മാവ് റെഡിയാക്കി വെച്ചേക്കാണ്. അപ്പോൾ ഇതിൽ ഇനി നമുക്ക് ചേർക്കാനുള്ളത് ഉപ്പുണ്ട്, സോഡാപ്പൊടിയുണ്ട്, ബേക്കിംഗ് പൗഡറുണ്ട്. ഇത് ഇത്രയാണ് ഇതിൽ ആഡ് ചെയ്യണം. മാവിൽ കൂടെ ഇട്ട് അരിച്ചെടുക്കണം. 1-2 പ്രാവശ്യം അരിച്ചെടുക്കുക. ഇതിൽ സോഡാപ്പൊടിയും ഒരു നുള്ളു ഉപ്പും ബേക്കിംഗ് പൗഡർ ഇട്ടിട്ട് അരിച്ചെടുക്കും. മാവ് അരിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, സോഡാപ്പൊടി, ബേക്കിംഗ് പൗഡർ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ പാത്രത്തിൽ എണ്ണ പുരട്ടി വെച്ചിട്ടുണ്ട്. ഒരു പാത്രത്തിൽ എണ്ണയും പുരട്ടി മാവ് പുരട്ടി വെച്ചിട്ടുണ്ട്. 2 പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഓവനൊന്നുമില്ല, സാധാരണ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്കിതിനെ ഈ മാവിലോട്ട് ഇട്ട് റെഡിയാക്കണം. ഇളക്കി കൊടുക്കാം. ഒരു വശത്തോട്ട് മാത്രം ഇളക്കി കൊടുക്കും. കപ്പ ഇടുന്ന അവസാനമാണ്. ഇതെല്ലാം കലക്കി മാവെല്ലാം റെഡി ആയതിനു ശേഷം ഇടും. ഇപ്പോൾ നമുക്കിതിൽ കപ്പയും കൂടെ ഇടുമ്പോൾ ചിലപ്പം നമുക്ക് ഇതിൽ ഒരുപാട് കട്ടിയായിപ്പോൾ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പാല് ചെറിയ ചൂടാക്കി വെച്ചിട്ടുണ്ട്. പാൽ കഴിക്കൊണ്ടിരിക്കും. ഓയിലൂടെ ഒഴിച്ചു കൊടുക്കാം. ഇളക്കാം. സൺഫ്ലവർ ഓയിൽ.
കട്ടിയായിട്ടുണ്ട്, കട്ടിയായിട്ട് ഇരിക്കുകയാണ് ഇപ്പോൾ ഇത്. അപ്പോൾ ഇനി നമുക്കിതിൽ കപ്പ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കപ്പ ഗ്രേറ്റ് ചെയ്തത് ആണ്. ഒരു അരക്കപ്പ് വരും, അരക്കപ്പ് കപ്പ. അതിന് ചെറുതായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അത് കട്ടി കൂടുതലാണെന്നറിഞ്ഞ് കുറച്ച് 2-3 സ്പൂൺ പാല് ഒഴിച്ചിട്ട് ഇളക്കുക. കപ്പ കേക്കാണ്. മാവെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്, നല്ല പാകത്തിലായിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കുറച്ച് ഫ്രൂട്ടിയും ചെറിയും എല്ലാം കൂടെ മൈദമാവ് തൂവി വെച്ചിട്ടുണ്ട്. അത് അടിയിലോട്ട് പോകാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ. അതും കൂടെ ഇട്ട് ഇളക്കിയിട്ട് ബാക്കി ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ചേക്കും. ഇത് നമുക്ക് ബാറ്ററിൽ ഒഴിച്ച് 2 എണ്ണം ഇപ്പോൾ വയ്ക്കാം. 2 കേക്കാണ് ഉണ്ടാക്കുന്നത്. 2 കേക്ക് ഉണ്ടാക്കുന്നു. 2 പാത്രം റെഡിയായിട്ടുണ്ട്. 1 സ്ക്വയർ 1 റൗണ്ടുമാണ്. ബാക്കി ഡെക്കറേഷനുള്ളത് ഇവിടെ ഇരിക്കുന്നു. കേക്ക് മാവെല്ലാം ഒഴിച്ചിട്ടുണ്ട്. നിറച്ച് വെത്തിയിട്ടില്ല, കുറച്ച് ആ കേക്കിൻ്റെ ഇനി വരുന്ന അതനുസരിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് അടുത്ത പാത്രത്തിൽ കേക്ക് റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ എയർ ബൗൾസ് എല്ലാം പോയി കഴിക്കാം. അത് കഴിഞ്ഞിട്ട് ഡെക്കറേഷൻ ചെയ്യാനായിട്ടാണ്. ഡെക്കറേഷൻ ചെയ്യാം. ഫ്രൂട്ടി, മുന്തിരിങ്ങ, ചെറി ഇതെല്ലാമാണ് ഡെക്കറേറ്റ്. അണ്ടിപ്പരിപ്പൊക്കെ ഓരോന്നോരോന്നോടെ അവിടെ വയ്ക്കും. അണ്ടിപ്പരിപ്പ് ഓരോന്നോരോന്നത് നമ്മളെ കപ്പയുടെ കേക്കാണ്. കപ്പ കൊണ്ട് കേക്ക് ഉണ്ടാക്കാം. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, ഷെയറും ചെയ്യുക. അപ്പോൾ നമ്മൾ കേക്ക് ഉണ്ട്, നമ്മുടെ അടുപ്പിലാണ് എല്ലാം റെഡിയാക്കി വെക്കുന്നത്. എല്ലാം വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പിലെടുത്ത് വയ്ക്കും. പാത്രം ചൂടായിട്ടുണ്ട്. അതിൻ്റെ അകത്തൊരു റിങ് വെച്ചിട്ടുണ്ട്. ഈ കേക്കും പാത്രം ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം ഓയിലിട്ട് കത്തിക്കുക, പിന്നെ അടച്ച് വയ്ക്കുക. ഇനി അടുത്ത പാത്രം അതിൽ ഒരു റിങ് ഇട്ട് വെച്ചിട്ടുണ്ട്. കേക്ക് അടച്ച് 40 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളെ കപ്പയുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. 40 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ അടുത്തത് 2 കേക്കുണ്ട്, 2ഉം റെഡി ആയിട്ടുണ്ട്. ഇനി ഇറക്കി വയ്ക്കാം. റെഡി ആയിട്ടുണ്ട്. കപ്പയുടെ കേക്കും കപ്പ കൊണ്ടുള്ള കേക്കാണ്. ക്രിസ്മസിന് ഉണ്ടാക്കിയതാണ്. അപ്പോൾ എല്ലാവരും കഴിക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. ഇത് വൈനുണ്ട്, വൈനും കേക്കും. എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ആശംസകൾ ആയതുകൊണ്ട് അടുത്ത വീഡിയോയിലേക്ക് വരാം. അപ്പോൾ കപ്പ കൊണ്ടാണ് കേക്ക് ഉണ്ടാക്കിയത്. സാധാരണ നമ്മൾ മൈദമാവ് തന്നെ ഇതിനും യൂസ് ചെയ്യുന്ന മൈദമാവ് തന്നെ. പക്ഷേ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കപ്പ കേക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇഷ്ടപ്പെട്ട് എല്ലാവരും ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യുക.